ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നമുക്ക് നിഫ്റ്റി ചാർട്ടിന് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റി ഇന്നും ഒരു ചെറിയൊരു സെൽ ഓഫ് ആയിരുന്നു. നിഫ്റ്റി 3 ദിവസമായിട്ട് നിഫ്റ്റിക്ക് ഒരു മൊമെൻറ്റം കിട്ടുന്നില്ല. കാരണം 26,000 പോയിട്ട് റീട്രേസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ക്യാൻഡിൽ ഫോം ആയിട്ട് ഒത്തിരി നാളായി. ഇത് ലാസ്റ്റ് ക്യാൻഡിൽ ഫോം ആയത് ഐ തിങ്ക് November 26-നാണ്. അതിനുശേഷം പ്രോപ്പർ ഒരു ക്യാൻഡിൽ ഫോം ആയിട്ടില്ല. അപ്സൈഡ് പോകുന്നു, തിരിച്ചു വരുന്നു, അപ്സൈഡ് പോകുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെയാണ് കുറേ നാളായിട്ട് നിഫ്റ്റി ഫോം ആയിട്ടുള്ളത്. സോ നമുക്ക് വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ വീക്ക്ലി പൊസിഷൻ എടുത്തവർക്കെല്ലാം സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയാണ് നമ്മൾ എടുത്തത്. ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നലെ എടുത്ത പൊസിഷൻ ഇന്ന് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ആയിട്ടുണ്ട്. സോ കണ്ടിന്യൂസ് 2 സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ആയിട്ടുണ്ട്. സോ നിഫ്റ്റി ചാർട്ട് എടുക്കുകയാണെങ്കിൽ 5 മിനിറ്റ് ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിരുന്നു, അപ്സൈഡ് പോയി, ഡേ ഹൈ ക്രോസ് ചെയ്തു, ഡേ ലോയും ക്രോസ് ചെയ്തു, ഡേ ഹൈയും ക്രോസ് ചെയ്തു, ഓൾമോസ്റ്റ് സെയിം ഏരിയ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രാഡേ നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേയിലും സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഇവിടെ ആയിരിക്കും ക്രിട്ടിക്കൽ സോൺ. ഇവിടെ നിന്നൊരു ഈ ഒരു ക്യാൻഡിൽ ട്രേഡ് എടുക്കുകയാണെങ്കിൽ അതും ഹിറ്റ് ചെയ്തിട്ടുണ്ട്, റിവേഴ്സൽ ട്രേഡും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രാഡേയും മൂവ്മെൻറ്റും ഇല്ല, ഓൾമോസ്റ്റ് ഒരു ഡൾ ഡേ ആണ്. പൊസിഷനിലും മൂവ്മെൻറ്റും ഇല്ല. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് അതേപോലെ തന്നെയാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരുന്നു വെച്ചിരുന്നത്. ഇന്നലത്തെ ട്രേഡിൽ ഈ ഒരു ഏരിയയിലായിരുന്നു. അതും ആദ്യത്തെ 20-25 മിനിറ്റ്സിൽ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ ഫർദർ ട്രേഡില്ല. നാളെ ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്തിട്ട് 60,200 ക്രോസ് പ്രൈസ് ആക്ഷനോട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടെ ഒരു എൻട്രി എടുക്കും പൊസിഷനിൽ. സോ ആ ഒരു പൊസിഷനിൽ നമ്മൾ 1:4 ഒക്കെ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ക്ലോസ്. അതർവൈസ് ഒരു ഈ വീക്ക് ഫർദർ ട്രേഡ് ഒന്നും ഇല്ല. ഓക്കെ, സോ മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ആ ഏരിയ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കാം. സ്മോൾ ക്യാപ്പിൽ ഒരു ചെറിയൊരു പോസിറ്റീവ് മൊമെൻറ്റം, ഒരു റിവേഴ്സൽ, ഓൾമോസ്റ്റ് ഹൈ എന്നൊരു റിവേഴ്സൽ ഫോം ആവുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് ആയിരുന്നു. ഒരു ഓൾ ടൈം ഹൈൻ്റെ മുകളിലോട്ട് എത്തുന്നുണ്ട്. ഓൾ ടൈം ഹൈ തന്നെ ഇന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്, ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ബിറ്റ് കോയിൻ നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ ചെറിയൊരു സെല്ലിങ് കാണുന്നുണ്ട്. ഒരു നമ്മൾ 94,000 പോയിട്ട് അവിടെ നിന്ന് ചെറിയൊരു സെല്ലിങ് കാണുന്നുണ്ട് ബിറ്റ് കോയിൻ. ബട്ട് നമ്മൾ ടാർഗറ്റ് 100,000 ആണ്. നമുക്ക് അതുവരെ എക്സ്പെക്റ്റ് ചെയ്യാം. സിൽവർ ആണെങ്കിൽ സിൽവർ പിന്നെയും ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല. അതിന് തൊട്ട് താഴെ പിന്നെയും ഒരു സെല്ലിങ് കാണുന്നുണ്ട്, 5% താഴെ വരുന്നുണ്ട്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല. അവിടെ നിന്ന് ചെറിയൊരു റീട്രേസ്മെന്റ് കാണുന്നുണ്ട്. ബട്ട് ഗോൾഡ് കുറച്ചും കൂടെ ഒരു ബുള്ളിഷ് ആണ്. സിൽവർ ഒരു സെല്ലിങ് ഇതിലോട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു പാറ്റേൺ ഫോം ആയിട്ട് ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ ഫോം ആണെങ്കിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാം. ഓക്കെ, ഇതൊക്കെയാണ് ചാർട്ട് അനാലിസിസ്. നമുക്ക് ഹീറ്റ് അനാലിസിസ് നോക്കുമ്പോൾ നിഫ്റ്റി നെഗറ്റീവ് ആയിരുന്നു. ചില ഇൻഡിസസ് ഒക്കെ ഇന്ന് പോസിറ്റീവ് ആയിരുന്നു. നിഫ്റ്റി 50യിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യിൽ ടൈറ്റൻ 3.94 അപ്പായിരുന്നു, HCL ടെക് 2.36, വിപ്രോ 1.79 അപ്പായിരുന്നു, PV 1.60, പവർ ഗ്രിഡ് 1.60, മാരുതി 2.81, സിപ്ല 4.28 ഡൗൺ ആയിരുന്നു. നിഫ്റ്റി നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ ഡിമാർട്ട് 4.88, സോളാർ ഇൻഡസ്ട്രീസ് 3.67, ടൊറന്റ് ഫാർമ 3.36 അപ്പായിരുന്നു, ഇന്ത്യൻ ഹോട്ടൽ 1.71, ICICI ജനറൽ ഇൻഷുറൻസ് 2.13, ഇൻഡസ്ഇൻഡ് സിംഗ് 2.25, ഇതെല്ലാം ഡൗൺ ആയിരുന്നു. മിഡ് ക്യാപ്പ് 150 നോക്കുകയാണെങ്കിൽ ടാറ്റ എൽഎക്സി 9.47, KPI ടെക്നോളജീസ് 6.15. ഇത് ഞാൻ ട്രാക്ക് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്, KPI ടെക്നോളജീസ്. പ്രസ്റ്റീജ് 2.16, KPR മിൽ 2.48, M&M ഫിനാൻസ് 3.35 ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ്പും കൂടെ നോക്കാം. ELE കോൺ 8.21, സരിഗമ 6.38, സൊനാട്ട് സോഫ്റ്റ്വെയർ 5.80 ഡൗൺ ആയിരുന്നു. HEG 3.36, ഓല ഇലക്ട്രിക് 3.40, സൺ TV 3.42, ഇതെല്ലാം ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. സോ ഇന്ന് പ്രത്യേകിച്ച് ന്യൂസ് ഒന്നുമില്ല. മോസ്റ്റ്ലി നമുക്കിനി അടുത്ത വരുന്ന മെയിൻ ന്യൂസ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് February 1 ആണോ അതോ മൺഡേ ആണോ ഇന്ന് നമുക്ക് മോസ്റ്റ്ലി ഇന്ന് നാളെ കൊണ്ട് അറിയാൻ പറ്റും.
അതനുസരിച്ചുള്ള പിന്നെ നരേറ്റീവ്സ്, അതനുസരിച്ചുള്ള നരേറ്റീവ്സ് പിന്നെ ഫോം ആവും. ഓക്കെ, സോ ഇതെല്ലാമാണ് ഗൈസ് ഇന്നത്തെ അനാലിസിസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.